നല്ല തെളിഞ്ഞ വിശ്വാസമുള്ള ജീവിതങ്ങൾ നിസ്സാര കാര്യങ്ങളുടെ മീതെ ഒന്നും തളർന്നു പോകുന്നില്ല. ചുമ്മാ അതും ഇതൊക്കെ ആരെങ്കിലൊക്കെ ചിലവർ കണ്ടിട്ടുണ്ടോ, പ്രാർത്ഥനക്കാരും യഥാർത്ഥ വിശ്വാസം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ചിലർ ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും. ചിലർ വിചാരിക്കുന്നത് ഒത്തിരി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരെ പറയാം അവൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്. കാരണം എന്താ, അവൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചെന്ന് കരുതി അവന്റെ വിശ്വാസം ഫലപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവൻ വിശ്വാസത്തിൽ വളർന്നിട്ടുണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അവന് ശരിക്കും പ്രാർത്ഥനയുടെ മനുഷ്യനാണോ, പ്രാർത്ഥനക്കാരനല്ല, പ്രാർത്ഥനക്കാരിയല്ല, പ്രാർത്ഥനയുടെ മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കുന്നപ്പോഴാണെന്നറിയോ, അവന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂല അനുഭവം ഉണ്ടാകുമ്പോൾ, ഒരു സഹനം ഉണ്ടാകുമ്പോൾ, ഒരു വേദന ഉണ്ടാകുമ്പോൾ, അവനിൽ തന്നെ തകർക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ പ്രതികൂല അനുഭവത്തെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ, അവന്റെ ജീവിതത്തിന്റെ മേൽ, അവന്റെ ഭവനത്തിന്റെ മേൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ, കോളടിക്കുമ്പോൾ അവൻ നേരെ നിൽക്കുന്നുണ്ട് എങ്കിൽ, വീണു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ആകുലപ്പെടാതെ, ഉറക്കം നഷ്ടപ്പെട്ടു പോകാതെ, അമിത ഭയത്തിലേക്ക് വീണു പോകാതെ അവൻ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, അവൻ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. അവനിൽ വിശ്വാസമുണ്ട്. അവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ചിലപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഓക്കെ, പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറയാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ഈശോയെ കണ്ടുമുട്ടുകയാണ്. പ്രാർത്ഥനയിൽ യേശുവിന്റെ സ്നേഹം കണ്ടുമുട്ടുകയാണ്. അപ്പോൾ യേശുവിന്റെ സ്നേഹം പ്രാർത്ഥനയിൽ കണ്ടുമുട്ടിയാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റുള്ളൂ, യേശുവിലുള്ള വിശ്വാസത്തിന്. അപ്പോൾ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്കിൽ ചില ബോധ്യങ്ങൾ എൻ്റെ ചങ്കിൽ കിട്ടാൻ തുടങ്ങും. എന്താണ്? എനിക്കിപ്പോൾ സഹനം വന്നാലും, ഇപ്പോൾ ഈ വേദന വന്നാലും, ഈ ദുരിതം വന്നാലും, ഈ അസ്വസ്ഥതകളുണ്ടായാലും, ഇപ്പൊ തിന്മയായിട്ട് എനിക്ക് തോന്നുന്ന അനുഭവങ്ങളെ പോലും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ളവനിലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയാ. നമ്മൾ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളടിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ നിസ്സാര കാര്യങ്ങളുടെ നടുവിൽ കടന്ന് നട്ടം തിരിഞ്ഞും അസ്വസ്ഥപ്പെട്ടും ഒക്കെ തീർക്കാനുള്ളതല്ല. ഒരു മുട്ടുവേദന വന്നു. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ബഹുമാനപ്പെട്ട നമ്മുടെ കാര്യച്ചൻ പറഞ്ഞാൽ കേട്ടത്, ഷാജിരച്ചനൊക്കെ ഉള്ളപ്പോൾ പറഞ്ഞ് കേട്ടേക്കുന്ന, ഷാജിരച്ചൻ അറിയില്ലേ നിങ്ങൾക്ക്? കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമ്മുടെ ഇവിടുന്ന് കാല് മുറിച്ച് കളഞ്ഞ അച്ഛൻ. ഇപ്പോൾ ഷാജിരച്ചൻ കാലൊക്കെ മുറിച്ച് മാറ്റിയിട്ട് വെപ്പുകാലൊക്കെ വെച്ച് അവിടെ നിന്ന് ആൾക്കാരൊക്കെ കാണുമായിരുന്നു. പറ്റാവുന്ന രീതിയിലൊക്കെ കുമ്പസാരത്തിനൊക്കെ ഇരിക്കും, ആൾക്കാർ വരും, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത്യാവശ്യം കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഏതൊരു അമ്മച്ചി കാര്യം അവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു വെച്ചാൽ പ്രാർത്ഥിക്കച്ചാൽ ഭയങ്കര വിഷമവും വേദന. അമ്മച്ചിയൊക്കെ വിഷമം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതം തീർന്നതുപോലെ അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛോ ഭയങ്കര വിഷമം, അച്ഛാ ഭയങ്കര വിഷമം. എന്നാ അച്ഛാ അമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ എൻ്റെ മുട്ടൊന്നും അങ്ങോട്ട് പഴയ പോലെ ഒന്നും അനങ്ങുന്നില്ല. അപ്പം അച്ഛാ ഭയങ്കര മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ. അപ്പം അമ്മച്ചിക്ക് പ്രായം എന്താ? അമ്മച്ചിക്ക് പ്രായം എന്താണെന്ന് വെച്ചാൽ പ്രായം 10-75 വയസ്സം കണ്ടായേ. അച്ഛൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇത്രയും നാൾ ഇതൊക്കെ ഓടിയതല്ലേ, ഗ്രീസൊന്നും ഒഴിക്കാതെ. ഇപ്പം ഇച്ചിരി പിടുത്തമൊക്കെ വരും, പ്രായമൊക്കെ ആയാലും ഇച്ചിരി തേയ്മാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛാ, എങ്ങനെയെങ്കിലും ഈ വേദന ഒന്ന് മാറാനായിട്ട് അച്ഛാ, എൻ്റെ മുട്ടിൻ്റെ വേദന അത് ഭയങ്കര. അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛൻ ഇങ്ങനെ കാലൊക്കെ വെച്ചെന്തോ തോണ്ടോ പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ അമ്മച്ചി അത് ശ്രദ്ധിച്ചു. അച്ഛൻ്റെ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പയ്യ ലോഹം കൊണ്ട് പൊക്കി, കാലും കൂടെ പൊക്കി വെപ്പുകാലം ഇരിക്കണം, കാലും മുറിച്ച് താഴെ വന്നു. അയ്യോ അച്ഛനെന്നാ പറ്റിയെന്ന് ചോദിച്ചു. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിന്ന് അരയ്ക്ക് താഴേക്ക് മുട്ടിന് താഴേക്കുള്ള ബാക്കിയാണ് മുറിച്ച് കളഞ്ഞ്, ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു, വെപ്പുകാലം വെച്ചിരിക്കുന്നത്. അപ്പം അമ്മച്ചി പറഞ്ഞു, എൻ്റെ മുട്ടിൻ്റെ വേദനയൊക്കെ ഞാൻ അങ്ങോട്ട് സഹിച്ചോളാം കേട്ടോ. മുട്ടിൻ്റെ വേദനയായിട്ട് വന്നത് മുട്ടിന് താഴെ കാലില്ലാത്ത ആളോടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതങ്ങോട്ട് വലിയ തലക്കേത്ത് കയറിയിട്ട് ചെറിയൊരു വേദന എവിടെയെങ്കിലും തുടങ്ങുമ്പോൾ പിന്നെ ഉണ്ടല്ലോ, പിന്നെ രാവും പകലും രാത്രിയൊക്കെ ഉറക്കമില്ലാതെ അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ചെറിയൊരു മുഴ, എവിടെയെങ്കിലും ചെറിയൊരു അസ്വസ്ഥത, എവിടെയെങ്കിലും ചെറിയൊരു വേദന, എവിടെയെങ്കിലുമൊക്കെ ഒരു വേറൊരു. ചില പെണ്ണുങ്ങൾക്ക് ഒരു അസുഖമുണ്ട്, എവിടെ വേദന വന്നാലും അത് ക്യാൻസറാണ്. നിങ്ങൾ ചിരിച്ചോ? അതാ ഇത് പുരുഷന്മാർക്ക് അത്ര ഇല്ല കേട്ടോ. എന്തായാലും അത് പറയണം. അതാ പുരുഷന്മാരിൽ വേറെ കുഴപ്പങ്ങളുണ്ട്, പക്ഷേ ഈ ഒരു വിഷയത്തിൽ
എവിടെയെങ്കിലുമൊക്കെ വേദന വന്നാൽ അപ്പം നിങ്ങൾ പറയും ക്യാൻസർ ആണോ എന്നൊരു സംശയം. അയ്യോ, വേറെ ഒരു സംശയവും ഇല്ല. എന്തെല്ലാം രോഗങ്ങൾ ലോകത്തുണ്ട് ഇല്ലേ? എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു വേദന തുടങ്ങുമ്പോൾ അപ്പോഴേ പറഞ്ഞു ക്യാൻസർ ആണോ എന്നൊരു സംശയം. ശരിയല്ലേ? കണ്ട, അത് ശരിയാണ്. നമ്മൾ അല്ലെന്ന് പറഞ്ഞാലും നമ്മൾ കുറെ കേട്ടുകൊണ്ടിരിക്കുന്ന. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ വേദന വരുമ്പോൾ നിങ്ങൾ ചെറിയ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സമാധാനിക്ക്. നേരെ ക്യാൻസറിലേക്ക് പോണെന്തിനാ? ഹല്ലേലൂയ. അപ്പൊ ഈ ചെറിയ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ, ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അത് വല്ലാതെ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് തളർത്തി, അസ്വസ്ഥപ്പെടുത്തി, ആകുലപ്പെടുത്ത്. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ശ്രദ്ധിക്കണേ, ഈ ചിന്താതരംഗങ്ങളുടെ നടുവിലാണ് ഒരുവന്റെ ജീവിതം മുഴുവനായിരിക്കുന്നത്. അതാണ് അവന്റെ ആ ദിവസത്തിന്റെ പ്രവൃത്തികൾ, ആ ദിവസത്തിന്റെ തീരുമാനങ്ങൾ, വരും ദിവസങ്ങളിലുള്ള മുന്നോട്ടുള്ള അവന്റെ ആലോചനകൾ, പദ്ധതികൾ എല്ലാം ഈ വളരെ നിസ്സാരമെന്ന് വെറുതെ തുച്ഛമായിട്ട് തള്ളിക്കളയേണ്ട ചില വിഷയങ്ങളിൽ അങ്ങനെ കിടക്കുക. ഹല്ലേലൂയാ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ വിചാരിക്കും ഈ വചനം പറയുന്നത് ഞങ്ങൾക്കൊന്നും ഒരു അസുഖമില്ലെന്ന്, ഒരു പ്രശ്നമില്ലെന്ന്. നിങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങളുടെ നടുവില്ല ഞങ്ങൾ നിൽക്കുന്നത്. രോഗം, കാര്യജനൊക്കെ എന്തോരം ഗുളിക കഴിക്കുന്നതെന്ന് അറിയാമോ? കാര്യജൻ കഴിക്കുന്ന അത്ര ഗുളികയൊന്നും നിങ്ങൾ കഴിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ ഇൻസുലിൻ്റെ ഗുളിക അല്ല ഷുഗറിൻ്റെ ഗുളികയുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്ക് ഈ ഷുഗർ ഒന്ന് മാറാനായിട്ട്. അച്ഛൻ ഇൻസുലിനാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അച്ഛന് കണ്ണിന് പ്രശ്നമുണ്ട്, കണ്ണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഫ്രോസൺ ഷോൾഡർ ഉണ്ട്, എല്ലാ അസ്വസ്ഥതകളും ഉണ്ട്. എന്നിട്ടും ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ആലോചിച്ച് അതേക്കുറിച്ച് ചിന്തിച്ച് തന്നെയാണോ ദിവസം തള്ളി നീക്കൊണ്ടിരിക്കുന്നത്? അല്ല, അതിനേക്കാൾ ഉന്നതമായ കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്കുണ്ട്. പ്രശ്നം എന്നറിയോ? തിന്മ നമ്മുടെ മനസ്സിനെ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അതിൽ കിടന്നിങ്ങനെ അതുകൊണ്ടല്ലേ പറഞ്ഞേ, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നാം, വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാ നമ്മൾ, പുറകോട്ട് പോകുന്നവരല്ല. പൗലോസിലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:13 പറഞ്ഞിട്ടില്ലേ, പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ യാത്ര തുടരും. വിശ്വാസത്തിന്റെ നാഥനായ കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാ നമ്മൾ. അപ്പോ ആ യാത്രയിൽ, ഈ ജീവിത യാത്രകളിൽ എല്ലാവർക്കും പരിക്കുകളേൽക്കും, അസ്വസ്ഥതകൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ആരിൽ നിന്നൊക്കെ പലരിൽ നിന്നും വേദനകൾ ഉണ്ടാകും, തിക്താനുഭവങ്ങൾ ഉണ്ടാകും, തിരസ്കരണ അനുഭവങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇതെല്ലാം എന്റെ വിശ്വാസത്തിൽ ആഴപ്പെടാനും കർത്താവിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷണങ്ങളാണ്. അതിലൂടെയാണ് ദൈവസ്നേഹം അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ പേര് ഇന്നലകളിൽ ചില ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ അകപ്പെട്ടു പോയിട്ട്, തകർച്ചകളിലും പ്രതിസന്ധികളിലും ഒക്കെ അകപ്പെട്ടു പോയിട്ട്, അതിന്റെ നടുവിൽ കർത്താവിനെ, അവന്റെ സ്നേഹത്തെ കണ്ടുമുട്ടുകയും അങ്ങനെ ആ സ്നേഹത്തിന്റെ അനുഭവം സൗഖ്യമായി അനുഭവിക്കുകയും ചെയ്തിരിക്കുന്നവര്. ഈ രോഗം ഉണ്ടായതുകൊണ്ട് അവര് കർത്താവിനെ കണ്ടുമുട്ടിയേ, ഈ പരാജയം നേരിട്ടുകൊണ്ട് കർത്താവിലേക്ക് വന്നേ, ഈ തകർച്ച ഉണ്ടായിരുന്നുകൊണ്ട് കർത്താവേ ഒന്ന് ചങ്കുപൊട്ടി വിളിച്ച്, എഴുന്നേക്കാൻ പറ്റാത്ത, സ്വയം പുറത്തു വരാൻ പറ്റാത്ത ചില തീരാ കയങ്ങളിലേക്ക് വീട് പോയത് കൊണ്ട് രക്ഷിക്കണമേ എന്നൊന്ന് ഉറക്കെ വിളിക്കാൻ പോലും തയ്യാറായത്, എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോലും ചിലര് തയ്യാറായത് ജീവിതത്തിൽ തകർച്ചകൾ വന്നപ്പോഴാ. മറ്റു വാക്കി പറഞ്ഞാൽ ഈ തകർച്ചകളും സഹനങ്ങൾ വരെ കർത്താവിന്റെ സ്നേഹത്തിലേക്കുള്ള അവന്റെ ക്ഷണങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. വലതുമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ നല്ല അനുഭവങ്ങളും മാത്രമാണ് ദൈവം തന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതുമായ സുന്ദരമായ അനുഭവങ്ങൾ നമുക്ക് തന്നുകൊണ്ടാണ് അവന്റെ സ്നേഹ വലയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത്, ഒരിക്കലുമല്ല. അതുകൊണ്ടല്ലേ കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചു കേൾക്കുന്ന ചില വായനകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈശോ അത്ഭുതങ്ങൾ ചെയ്തു, കൈശോഷിച്ചൊരുവനെ സുഖപ്പെടുത്തി, പല സൗഖ്യങ്ങൾ നൽകിയിട്ട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി. ഇത് ആരോടും വേറെ ആരോടും പറയാൻ പോകണ്ട, നീ ദേവാലയത്തിൽ പോയി വൈദികനോട് പറയാ, പുരോഹിതനോട് പറയാ, കൈശോഷിച്ചവരോട് പറഞ്ഞ് ഇത് ആരോടും പറയരുത്. അതുകൊണ്ടാണ് ഈശോ പറയരുതെന്ന് പറഞ്ഞേ. ആ ജനത്തും തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ ദിവസവും ആൾക്കാർ വന്നിട്ട് തോണിയിലിരുത്തി തിങ്ങിക്കൂടി വന്നപ്പോൾ അവൻ തോണിയിലിരുന്ന് വചനം പറയാൻ തുടങ്ങി, തിക്കൽ കൂടുതലായപ്പോ. ഇതിന് കാരണമുണ്ട്. കാരണം യേശുവിനെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായി മാത്രം ഈ ജനം വിശ്വസിക്കാൻ തുടങ്ങുന്ന ഒരു സമയം വന്നു.
ജസ്റ്റ് മിറക്കിൾ വർക്കർ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം ചെയ്യുന്നവൻ. അതല്ല യഥാർത്ഥത്തിൽ യേശുവിന്റെ ഐഡന്റിറ്റി. ഒരു തെറ്റായ ഒരു ഐഡന്റിറ്റി യേശുവിലൂടെ അല്ലെങ്കിൽ യേശുവിന്റെ പ്രവർത്തനങ്ങളിലൂടെ ജനത്തിന് കിട്ടാതിരിക്കാൻ ഈശോ പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ പരസ്യപ്പെടുത്തണ്ട. യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഏറ്റവും ഉന്നതമായ വെളിപ്പെടുത്തൽ പിതാവായ ദൈവം പുത്രനിലൂടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച കാൽവരിയിലെ സഹനമാണ്. ഈ രക്ഷാകര പ്രവൃത്തിയാണ് കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവത്തിന്റെ പദ്ധതി. അതാണ് ലോകത്തിന്റെ മുമ്പിൽ രക്ഷാകര പദ്ധതി. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ സഹിച്ചു, അവൻ മരിച്ചു, അവൻ പാടുപീഡകൾ എടുത്തു, അവൻ ഉദ്ധാരം ചെയ്തു. അപ്പോ പ്രശ്നം എന്നറിയോ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം വികലമായി പോകാൻ സാധ്യതയുണ്ട്. യേശുവിൽ വരുമ്പോൾ അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. യേശുവിന്റെ അടുത്ത് വന്ന് അത്ഭുതം മാത്രം കാണാൻ ചിന്തിച്ച് കർത്താവിന്റെ അടുത്ത് വരാനുള്ള ഒരു പ്രവണത, തെറ്റായ പ്രവണത വരാതിരിക്കാൻ അവൻ പറഞ്ഞു, ഇതൊന്നും പരസ്യപ്പെടുത്തരുന്നു. അത്രയും ജനം തിങ്ങിക്കൂടിക്കൊണ്ടിരുന്ന സമയത്ത്. കാരണം യേശുവിനെ അത്ഭുതം ചെയ്യുന്നവനായിട്ട് മാത്രം കാണാനല്ല, നമ്മുടെ പാപങ്ങൾക്ക് കാൽവരിയിൽ പരിഹാരം ചെയ്ത് അവസാനത്തുള്ളി രക്തവും നൽകി നമ്മെ സ്നേഹിച്ച നിത്യമായ സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയായിട്ടും പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ കരുണയായിട്ടും താൻ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടണമെന്ന് യേശു ആഗ്രഹിച്ചു. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ സഹനത്തിന്റെ അർത്ഥം നഷ്ടപ്പെടും, സഹനത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റിയല്ല. ചെറിയ സഹനം വരുമ്പോഴേ നമുക്ക് എങ്ങനെയെങ്കിലും ഈ സഹനം ഒഴിവാക്കണം, എങ്ങനെയെങ്കിലും ഈ സഹനം ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. ഈശോ താൻ സഹിച്ചുകൊണ്ടാണ്, ഒരു മനുഷ്യന് എടുക്കാവുന്നതിന് അങ്ങേയറ്റം സഹിച്ചുകൊണ്ടും പാടുപീഡകൾ ഏറ്റെടുത്തുകൊണ്ടും കുരിശിൽ രക്തം ചിന്തി തൻ്റെ ജീവിതം പൂർണ്ണമായും ഹോമിച്ചുകൊണ്ടുമാണ് പിതാവിൻ്റെ ഹിതം ഈ ലോകത്ത് യേശു പൂർത്തിയാക്കി കടന്നുപോയതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അത്ഭുതങ്ങളിൽ മാത്രമല്ല സഹനങ്ങളിലൂടെയും ദൈവം തൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നുണ്ടെന്ന് ഒരാത്മാവ് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതും വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇത് വിശ്വാസമാണ്. അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൽ മാത്രമല്ല വിശ്വസിക്കേണ്ടത്. അത്ഭുതം ചെയ്യില്ലെന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ നിരവധിയായി നൂറുകണക്കിന് അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും ആയിരക്കണക്കിന് അനേകരുടെ അത്ഭുത സാക്ഷ്യങ്ങൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈശോ അത്ഭുതം ചെയ്യില്ലെന്നല്ല ഞാൻ പറയുന്നത്. സുവിശേഷങ്ങളിൽ നിന്ന് നോക്കിയോ, ആദ്യ പകുതിയോളമൊക്കെ അത്ഭുതങ്ങൾ കാണുള്ളൂ. എല്ലാ സുവിശേഷങ്ങളുടെ ആദ്യ പകുതിയോളമൊക്കെ നമുക്ക് ഈ അത്ഭുതങ്ങൾ കാണാൻ പറ്റുള്ളൂ. പിന്നീട് അങ്ങോട്ട് യേശുവിന്റെ സഹനവും അവന്റെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനമൊക്കെയാ. പിന്നെ അത്ഭുതങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ഈശോ പറഞ്ഞില്ലേ, ഞാൻ എന്നെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ നിന്നും ദൂതന്മാരിറങ്ങി എന്നെ രക്ഷിക്കാൻ സാധ്യത കഴിവുണ്ട്. ചെയ്തില്ല. പിന്നെ അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ലോകത്തിന്റെ മേൽ മുഴുവൻ അധികാരമുള്ളവനാണ് ദൈവം തന്നെയായ പുത്രനായ ഈശോ. ലോകത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. അതുകൊണ്ടല്ലേ സ്വർഗത്തിൽ നിന്നും അധികാരം നൽകിയില്ലായിരുന്നെങ്കിൽ കർത്താവ് പോലും പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന്. അപ്പോ എല്ലാ ജീവിതത്തിന്റെ ഇടങ്ങളിലും നമ്മൾ അത്ഭുതങ്ങൾ മാത്രം അന്വേഷിക്കുന്നവരായി മാറരുത്. സഹനങ്ങളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തോരം അല്ലേ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് എന്തോരം തരത്തിലുള്ള സഹനങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സഹനങ്ങളിലാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ്. ഈശോ നമ്മളിലുണ്ടോ? ഈശോ നമ്മുടെ എത്രമാത്രം അവന്റെ സ്നേഹവും സാന്നിധ്യവും വളർന്നിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ വെളിപ്പെടുത്തുന്നത് സഹനങ്ങളിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. എന്താണ് നമ്മുടെ വിശ്വാസം? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ഹല്ലേലൂയ. ഈ എത്ര കണ്ട് ഒരു ദൈവ പൈതൽ ഈ വിശ്വാസത്തിൽ ആഴപ്പെടുന്നുവോ അത്ര കണ്ട് അവൻ ലോകത്തിന്റെ മേൽ ജയിക്കുന്നവനായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ പറയുമോ, എന്തിനാ ഞാൻ വിശ്വസിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ കണ്ട് പോയാൽ പോരുത്. എന്തിനാ ഒരു ദൈവ പൈതൽ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ ലോകത്തിൽ വിജയിച്ചവനായിട്ട് പോവുക. യാത്ര ചെയ്യുന്ന അവൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അവൻ ലോകത്തെ ജയിച്ചവനായിട്ടാണ്.
ഭയമില്ലാതെ, ആകുലതകളില്ലാതെ, നിരാശകളില്ലാതെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ തന്നെ സ്നേഹിക്കുന്ന, തന്നെ ജീവനതുല്യം സ്നേഹിച്ച ആ സ്നേഹത്തിലാണ് വിശ്വാസത്തിൽ ഒരു ദൈവവേദന നടക്കുന്നത്. കാഴ്ചയാലല്ല. പൗലോസിനെ പറഞ്ഞത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന്. ആ യാത്രയുടെ പ്രത്യേകത കാരണം അവന് ധൈര്യമുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിച്ചത്? ഈ വിശ്വാസത്തിൽ അപ്പസ്തോലന്മാരങ്ങോട്ട് ആഴപ്പെട്ടപ്പോ, യേശു കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈശോ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതിനിടയ്ക്ക് ഈശോ ചോദിച്ചു, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നേ? മർക്കോസിന്റെ ചുരുൾ 8-ാം അധ്യായം വായിക്കും 30 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ആരെന്നാ മറ്റുള്ളവർ പറയുന്നേ? അപ്പൊ ഓരോരോ കാര്യങ്ങൾ പറയും. പ്രവാചകൻ എന്ന് പറയുന്നു, ഏലിയ എന്ന് പറയുന്നു, ശ്രാവ യോഹന്നാൻ എന്ന് പറഞ്ഞു. പറഞ്ഞു നോ, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നേ? അതിന് പത്രോസ് ഉത്തരം കൊടുത്തു. എന്നാ പറഞ്ഞ? നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്, നീ ദൈവപുത്രനാണ്. ഇത് പത്രോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മാംസരക്തങ്ങളല്ല, മനുഷ്യരല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി. കാരണം ഇത് സ്വർഗത്തിന്റെ ഒരു രഹസ്യമാണ്, സ്വർഗീയ രഹസ്യമാണ്. ദൈവം വെളിപ്പെടുത്താതെ ഒരു ഹൃദയത്തിനും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്വർഗീയ രഹസ്യമാണ് യേശു ദൈവപുത്രനാണെന്ന്. അപ്പോൾ പറഞ്ഞത് സ്വർഗം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ഹല്ലേലൂയ. അപ്പോ ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും ഇവരിത് ചങ്കിൽ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുത്തില്ല യേശു ദൈവപുത്രനാണെന്ന്. ഇനി പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്നതിന് ശേഷം 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു ദൈവപുത്രനാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും ഏറ്റുപറയുക സാധ്യമല്ല. ഈ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പസ്തോലന്മാരിൽ ഈ വിശ്വാസം അങ്ങോട്ട് ബലപ്പെട്ടു. അതുകൊണ്ട് പത്രോസ്, ഭയപ്പെട്ടിരുന്ന പത്രോസ് ധൈര്യമെടുത്തിട്ട് ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവിലല്ലാതെ മറ്റാരിലും രക്ഷയില്ല. അവൻ ദൈവത്തിന്റെ പുത്രനാണ്, അവൻ മാത്രമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി മരിച്ചത്. ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ട് ആ വിശ്വാസം അങ്ങോട്ട് പ്രഘോഷിക്കാൻ തുടങ്ങി. ഈ വിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇവന്മാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് അടിയെ കൊടുത്തു വിടുന്നത്. ഇത് കഴിഞ്ഞ് മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ വിശ്വാസത്തിൽ നടന്ന അപ്പസ്തോലന്മാരെ, മുക്കുവാന്മാരെ, പത്രോസൊക്കെ മുക്കുവാനായിരുന്നു, കണ്ടിട്ട് ജനം പറഞ്ഞൊരു കാര്യമാണ്, ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ. എന്തൊരു സർട്ടിഫിക്കറ്റാന്ന് നോക്കിക്കേ. ഇവരെ കണ്ടിട്ട് പറഞ്ഞു, ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യര് നമ്മുടെ ഇടയിൽ. നോക്കിയേ, ഇത്രയും വേദന ഉണ്ടായിട്ടും, ഇത്രയും സഹനമുണ്ട്, ഇത്ര അടി കിട്ടിയിട്ടും, ഇത്രയും പീഡനങ്ങൾ ഉണ്ടായിട്ടും ഇവര് താണ്ട് ഈ സന്തോഷത്തിൽ, ഈ പുഞ്ചിരിയോട് നടക്കുന്ന കണ്ടോ? ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ. നമ്മളെയൊക്കെ നോക്കിയിട്ട് പറയുന്നത് എന്നാന്നറിയാമോ? ആണ്ടേ രോഗം കീഴ്മേൽ മറിച്ച മനുഷ്യൻ. ഒരു പ്രശ്നം വന്നപ്പോൾ തകർന്നു പോയതാ. ആരോ വീട്ടിൽ വേണ്ടപ്പെട്ട ആരോ വേർപാടുണ്ടായതാണ്ട് അതോടെ തീർന്ന്. കണ്ടോ എന്ത് സന്തോഷത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സഹോദരിയാ, ഇപ്പൊ കണ്ടോ നിരാശ. എന്തോ ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ട്, മാനസിക രോഗിയായിന്നാ പറഞ്ഞേ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാ പറ്റിയേ? ഒരു മകൻ മരിച്ചതാ, ജീവിത പങ്കാളി, അമ്മ മരിച്ചതാ, അപ്പം മരിച്ചതാ, ഒരു ജോലി പോയതാ, ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയതാ, ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയതാ, മാനസിക രോഗിയായി. ലോകം കീഴ്മേൽ മറിച്ച മനുഷ്യരെന്നാണ് നമ്മെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയാനാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് വചനം പറയുന്നത്, നമ്മൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ എത്ര കണ്ട് നമ്മൾ ആഴപ്പെടുന്നുവോ അത്ര കണ്ട് നമ്മൾ ധൈര്യമുള്ളവരായിട്ട് മാറും. വിശ്വാസത്തിന് നമ്മുടെ ആ അനുദിന ജീവിതത്തിൽ അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. കാരണം എന്താ? ഓരോ നിമിഷവും നമ്മൾ നടക്കുന്നത് വി വാക്ക് ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിലാണ്, കാഴ്ചയാലല്ല. കാരണം നമ്മുടെ ആത്മരക്ഷ, നമ്മുടെ നിത്യജീവൻ വിശ്വാസത്തിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഈശോയുടെ കൂടെ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കുമെങ്കിൽ മാത്രമേ നാം അവനോടൊപ്പം പങ്കുകാരാകുകയുള്ളൂ നിത്യതയിൽ. ഇത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ആ വിശ്വാസത്തെ പ്രതിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിത്യതയിൽ നമ്മൾ അവനോടൊപ്പം ജീവിക്കും, അവനോടൊപ്പം നിത്യതയിൽ നമ്മൾ അവനെ കണ്ടുമുട്ടും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നടക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്താൽ നടക്കുന്ന ഒരു ഗുണം ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിച്ചു.
പിന്മാറി, വിശ്വാസത്തിൽ പിന്മാറിയ നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഇത് എനിക്ക് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പറയാൻ പറ്റുന്നൊരു കരുത്താണ്. നമുക്ക് വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എല്ലാം എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ്. മനുഷ്യരാണ് ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു ലോകമാണ് അല്ലേ? പറയില്ലേ, വേദനകളില്ലാത്തൊരു ലോകം. അത് ഇവിടെ ഇല്ല കേട്ടോ. ഇത് ഇവിടെ ഇല്ല. ഈ ലോകത്ത് കിട്ടില്ല വേദനകളില്ലാത്തൊരു ലോകം. സഹനങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്തൊരു ലോകമൊന്നും ഈ ലോകത്ത് ആരും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൻ്റെ നടുവിൽ വിശ്വാസത്തിൽ ഒരു ദൈവ പൈതൽ നടക്കുമ്പോൾ ആ യാത്രയ്ക്കൊരു സുഖമുണ്ട്. പ്രീസലോ, ഹല്ലേലൂയ. ആ യാത്രയ്ക്ക് ഒരു ധൈര്യമുണ്ട്, ആ യാത്രയ്ക്ക് ഒരു കരുത്തുണ്ട്. എന്തും വന്നോട്ടെ, നാളെ വരട്ടെ, അപ്പൊ നമുക്ക് ഫേസ് ചെയ്യാം അല്ലേ? നമ്മളിപ്പോ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം തിന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കഴിഞ്ഞ ധ്യാനത്തിലൊരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരിക്ക് ഭയങ്കര ടെൻഷനാ. എന്നാ ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് 58 വയസ്സങ്ങണ്ടായി. 60 വയസ്സാണ് സാധാരണ അവരുടെ വീട്ടിലുള്ള ഒരു പ്രായദൈർഘ്യം. 60 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു 60 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ തന്നെ മരിക്കാം. 60-ാം വയസ്സ് ചാവുമെന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പൊ 58, 60 വയസ്സാകേണ്ട കാര്യമൊന്നുമില്ല, ചിലപ്പോൾ അതിന് മുമ്പ് തട്ടിപ്പോകാം. ചിലപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ അവസാനം ഞാൻ പറഞ്ഞു ചേച്ചി 100 ചാകുകയല്ലേ ചേച്ചി, ഒരു സമാധാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ. ഇപ്പൊ എന്നാ പറയുന്നത്? കാരണം 2 വർഷം കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷനാണേ. ടെൻഷൻ അടിച്ച് പുള്ളിക്കാരെ തട്ടിപ്പോകാൻ വേണ്ടിയുണ്ട്. 60 വരെ ചിലപ്പോൾ എത്താൻ വേണ്ടിയില്ല. ഇത് ടെൻഷൻ അടിച്ച് ആലോചിച്ചാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ആരോഗ്യം വല്ല കുഴപ്പമുണ്ടോ, അസുഖം വല്ലതും ഉണ്ടോ? അസുഖമൊന്നുമില്ല അച്ഛാ. പിന്നെന്തിനെങ്കിലും ടെൻഷൻ അടിക്കുന്നത്? എന്തെങ്കിലും അത്ര വലിയ രോഗം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒരു രോഗവുമില്ല. ഇപ്പൊ ഇതാണ് രോഗം. എന്ത്? മാനസിക രോഗം. മരിക്കുന്നുള്ള മനസ്സിനാണ് രോഗം, ശരീരത്തിനല്ല രോഗം. അവന് ചോദിച്ചു, അവസാനം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചവന് ചോദിച്ചു, എനിക്ക് തോന്നി ചേച്ചി 100 വയസ്സായാലും ചാകുകയെന്നാണ് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അച്ഛാ അത്രയൊന്നും വേണ്ട അച്ഛാ, അത്രയൊന്നും വേണ്ട അച്ഛാ. നമ്മളിങ്ങനെ ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമാണ് വിശ്വാസത്തിൻ്റെ യാത്ര. And we walk by faith, not by sight. കാഴ്ചയാൽ നടക്കുമ്പോൾ എന്ത് പ്രശ്നം എന്നറിയാമോ? നമ്മൾ കാണുന്നതൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം മകൻ്റെ കാര്യം കണ്ടുകൊണ്ടിരിക്കുക, കൺമുമ്പിൽ മകളെ കണ്ടുകൊണ്ടിരിക്കുക, ജീവിത പങ്കാളിയുടെ അവസ്ഥ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇനി ഇതെല്ലാം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സഭയിൽ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ അത് ഇപ്പോൾ ചാനലൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തനിയെ വരും. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഭാരം. ഞാൻ തന്നെ അതെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ കാണണ്ടല്ലോ, ഇതുപോലെ അല്ലേ എന്നെ കാണും. ഇപ്പോൾ കാണണ്ട, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. കാണുന്നതൊക്കെ നമ്മൾ ഭാരപ്പെടുത്തും, അസ്വസ്ഥപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ മനസ്സിന് ഭാരം തരുന്നതും അസ്വസ്ഥ തരുന്നതൊക്കെ ഉണ്ട്. അവിടെ പൗലോസ് ഞങ്ങളും വിശ്വാസത്തിൽ നടക്കുന്നവരാണ്. വി വാക്ക് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. കാഴ്ചയാലല്ല. ഹല്ലേലൂയ. ഒരു ദൈവപദലിന് അത് പറയാൻ പറ്റണം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത്. ലോകത്തെ ജയിച്ചവൻ, സഹനത്തിന് അർത്ഥം നൽകിയവൻ, ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഒരു മനുഷ്യ ജീവിതത്തിന് ഈ ലോകത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സകല വൈകാരിക, മാനുഷിക, ശാരീരിക സഹനങ്ങളും കടന്നും ജീവിച്ചും അനുഭവിച്ചും കടന്നുപോയ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവനിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു യാത്ര മുന്നോട്ട് പോകുമ്പോൾ നിസ്സാര കാര്യങ്ങളും ഇത് തട്ടി വീടും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും പരാതി പറഞ്ഞു പിറുപിറുത്തും തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ആമേൻ പറ. ആമേൻ, ആമേൻ. അതുകൊണ്ട് നമ്മൾ ഈ ഓലപ്പാമ്പിനെ കണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് ഓലപ്പാമ്പിനെ പോലും കാണണ്ട, മറ്റേ പാമ്പുണ്ടല്ലോ, പ്ലാസ്റ്റിക് പാമ്പിനെ കണ്ട് മേടിച്ചോണ്ടിരിക്കുക. ഇതിലൊന്നും നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് ധൈര്യം തരും.